Assalamualaikum. Welcome back to our channel. 24 മണിക്കൂർ ജോലി ചെയ്താലും വെറും 2 മണിക്കൂർ ജോലി ചെയ്തതിന്റെ റിസൾട്ട് പോലും കാണാതെ വിഷമിക്കുന്ന വീട്ടമ്മമാർക്കുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്റെ വീടും പരിസരവും കുട്ടികളും ഒക്കെ വൃത്തിയായി നടക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ എത്ര തന്നെ ചെയ്തു കഴിഞ്ഞാലും ഇതൊന്നും ഞാൻ വിചാരിക്കുന്ന പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇരിക്കുന്നില്ല. എപ്പോഴും മുഷിഞ്ഞ് നടക്കുകയാണ്. മക്കളാണെങ്കിലും വീടാണെങ്കിലും അങ്ങനെ തന്നെ മുഷിഞ്ഞിട്ടാണ്. എന്നാലും ചോദിച്ചു, ഞാൻ ഏത് നേരം ക്ലീനിങ്ങിലാണ്, ഏത് നേരം വീട്ടിലത്തെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറെ ഒരു പണിയില്ല. അപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് വിളിക്കുന്നുണ്ട് ഒരു ട്രിപ്പ് പോകാൻ. അപ്പൊ നിങ്ങൾ പറയണേ, ഞാൻ വന്ന എന്റെ വീട്ടിലത്തെ പരിപാടികളൊന്നും നടക്കൂല, അതുകൊണ്ട് എനിക്ക് വീട് വൃത്തിയാക്കി സൂക്ഷിച്ചേ പറ്റുള്ളൂ, ഞാൻ വീട്ടിലിരിക്കും. അതേപോലെ മക്കൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പറയണമെന്നുണ്ടെങ്കിൽ എന്റെ പണികളൊന്നും തീർന്നിട്ടില്ല, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിന് നിങ്ങളെ വിളിച്ചാലും നിങ്ങൾ പറയും എന്റെ പണികളൊന്നും തീർന്നിട്ടില്ലാണ്. അങ്ങനെ 24 മണിക്കൂർ നിങ്ങൾക്ക് ജോലിയാണ്. എന്നാൽ നിങ്ങൾ ഈ ജോലി ചെയ്തതിന് എന്തെങ്കിലും ഒരു റിസൾട്ട് നിങ്ങളുടെ വീട്ടിലൊന്നും കാണുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. ഇതൊരു ഡിസോർഡർ ആണ്. അപ്പൊ ഇതൊരു ബുദ്ധിമുട്ട് കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം, അവരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒന്നാമത്തെ കാര്യം ഇതാണ്, നിങ്ങൾ കാര്യങ്ങളൊക്കെ മൈൻഡ്ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. നിങ്ങൾ ഇത്ര തന്നെ ജോലി ചെയ്താലും അതിനൊരു റിസൾട്ട് ഇല്ലാതെ പോകുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. കുറെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശ്രദ്ധ വിട്ടുപോകുന്നത് മൊബൈൽ കാരണം കൊണ്ടാണ് കേട്ടോ. അതായത് നിങ്ങൾ ഈ ഫോൺ ഫുൾ ടൈം ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് ഓരോ ജോലികൾ ചെയ്യുന്ന സമയത്ത് ജോലി അത്രയും ഡിലേ ആയി മെല്ലെ ആണ് നിങ്ങളുടെ ഓരോ പണികളും തീരുള്ളൂ. അപ്പൊ അത്രയും സമയം, അതായത് നിങ്ങൾ മൈൻഡ്ഫുൾ ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു വ്ളോഗ് നിങ്ങൾ പ്ലേ ആക്കി വെച്ച്, മേ ബി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ ഇത് പ്ലേ ആക്കി വെച്ചിട്ടായിരിക്കട്ടെ, നിങ്ങൾ പണി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്റെ വീഡിയോ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു 10 ദോശയാണ് ചുടേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ എന്റെ വീഡിയോ സൈഡിൽ ഓടുന്നതുകൊണ്ട് നിങ്ങൾ ഒരു 15 ദോശ ചുടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ മൈൻഡ്ഫുൾ ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഒരു ജോലിയും കൃത്യമായിട്ട് നടന്നു പോകാത്തത്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, തഹജ്ജുദിന് എഴുന്നേൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കുക, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക. ഇനി നിങ്ങളൊരു അമുസ്ലിം ആണെന്നുണ്ടെങ്കിൽ സൂര്യ നമസ്കാരമോ അല്ലെങ്കിൽ വേറെ എന്താണോ നിങ്ങൾ ഏത് ദൈവത്തിനാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിനെ നിങ്ങൾ രാവിലെ നേരത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരു 4 മണിന്റെ 5 മണിന്റെ ഇടയിലാണ് തഹജ്ജുദ് നിസ്കാരം ഉണ്ടാവുക. എന്റെ ലൈഫിൽ ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ, ഇന്ന് വരെ ഞാൻ എന്റെ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള വേറൊരു സാധനം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. സോ അത് ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കാം, നിങ്ങൾക്ക് ഒരുപാട് പറക്കി ഉണ്ടാവും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 24 മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു 2 മണിക്കൂർ പോയതുപോലെ പോകുന്നുള്ളത് അങ്ങനെ പോവൂല. എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്, വീട്ടിലത്തെ ജോലിയും അതുപോലെ പഞ്ചായത്തിലെ പരിപാടിയും വീഡിയോ എഡിറ്റിങ്ങും ക്ലാസ് കൊടുക്കലും നോട്ട്സ് പ്രിപ്പയറിങ്ങും കുട്ടികളുടെ കാര്യം, ഇതൊക്കെ പാടാഴ്ച എങ്ങനെ ചെയ്യുന്ന സമയം എന്താ കാട്ടുന്നത് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ നല്ലോണം ഹാർഡ് വർക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്, എക്സോസ്റ്റ് ആയി പോയിട്ട് പോവാറുണ്ട്. പക്ഷെ ഇതെല്ലാം എന്നാലും ഈ പറയുന്ന 24 മണിക്കൂറിനകത്ത് തീരാറുണ്ട്. അപ്പൊ ആ ഒരു തീരലും അല്ലെങ്കിൽ ആ ഒരു സമയത്തിലുള്ള വറക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് തഹജ്ജുദ് നിസ്കാരം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. പലപ്പോഴും ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു സമയം പോരായ്മ വരുന്നുണ്ട്, അല്ലെങ്കിൽ ലൈഫിൽ ഒരു ബറക്ക ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കാം നിങ്ങളൊരു തഹജ്ജുദ് നിസ്കരിച്ച് തുടങ്ങുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ സമയം കിട്ടും. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ കുറയും. നമ്മൾ പലപ്പോഴും നമ്മളുടെ ഈ ഫ്രസ്ട്രേഷനൊക്കെ തീർക്കുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്താണ്. നമ്മളിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ടയേർഡായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഹസ്ബൻഡ് വന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ടാവുക ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുമെന്നായിരിക്കും, അല്ലെങ്കിൽ ആ ഷർട്ട് ഒന്നും എടുത്ത് തരുമെന്നായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് പറയും, സ്വന്തമായിട്ട് ഷർട്ട് പോലും എടുത്തിടാൻ വയ്യാത്ത മനുഷ്യൻ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വയ്യാത്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയും. അയാളത് ചോദിച്ചതും അതിൽ ശരി തെറ്റും ഒക്കെ മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം, നിങ്ങൾ ആര് ചോദിച്ചാലും ഒരു ഗ്ലാസ് വെള്ളം ഹാപ്പി ആയിട്ട് എടുത്തു കൊടുക്കുന്ന ഒരാളായിരിക്കും അല്ലെ. പക്ഷെ നമ്മുടെ ഭർത്താവിൻ്റെ അടുത്ത് അത്രയും ദേഷ്യം നമുക്ക് വന്നത് എന്തുകൊണ്ടാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ഇനി വൈകിട്ട് ശേഷം ഇത്രയും ജോലികൾ നമുക്ക് പെൻഡിങ് കിടക്കണം. അപ്പൊ ആ ദേഷ്യമൊക്കെ നമ്മളെവിടെ തീർക്കും, നമ്മുടെ കെട്ടേണ്ടത് തീർക്കും. അപ്പൊ വെള്ളം ചോദിച്ചത് എന്തായി, അതൊരു ആഭ്യന്തര കുറ്റായി. അങ്ങനെയാണ് കൂടുതൽ ഫാമിലിയിലും ഫൈറ്റ്സ് ഉണ്ടാവുന്നതും ഭർത്താവിൻ്റെ അടുത്ത് ദേഷ്യമായിട്ടുള്ള ഈ ദുർമുഖം കാണിക്കേണ്ടി വരുന്നതൊക്കെ നിങ്ങളാൽ കഴിയാത്ത കാര്യങ്ങൾ. അതായത് 24 മണിക്കൂർ നിങ്ങൾക്ക് തികയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ പറയുന്ന ഫ്രസ്ട്രേഷനൊക്കെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ തഹജ്ജുദിന് എണീക്കുമ്പോൾ നമ്മുടെ ഹാപ്പി മൈൻഡ്, നമ്മുടെ മൂഡ്സ് ഒക്കെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ഹാപ്പി മൈൻഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ ഈസിയർ ആണ്, സ്മൂത്ത് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇഷ്ടം കൂടെ ഉണ്ടാവും. അടുത്ത പോയിന്റ് ആണ്, നിങ്ങൾ മീൽ പ്രിപ്പ് ചെയ്യാൻ നോക്കുക. അതായത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് കറികളും സാധനങ്ങളും കുക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്.
നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഈസി ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാച്ചാല് നമ്മള് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് വെച്ച് ഞാൻ ചെയ്യാറുള്ള പരിപാടിയാണ് കേട്ടോ. എന്റെ ടൈം സേവ് ചെയ്യാൻ ഏറ്റവും വലിയ കാര്യം അതാണ്. നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് വിനീഗറും ഒക്കെ ഒഴിച്ചിട്ട് വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ട് പച്ചക്കറി ഇതിനകത്ത് ഇട്ട് വെക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പച്ചക്കറികൾ നുറുക്കി വെക്കുക, ഉള്ളി തൊലിച്ച് വെക്കുക, അതേപോലെ എല്ലാ കാര്യങ്ങളും ക്ലീൻ ആക്കി വേസ്റ്റ് ആവുമെന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ മാറ്റി വെക്കുക. തേങ്ങ ചിരകി സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ തേങ്ങ ചിരകി സൂക്ഷിക്കുക. അതേപോലെ കടലയൊക്കെ ആണെങ്കിൽ വേവിച്ച് കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ വേവിച്ച് കീപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അത് എടുത്തിട്ട് നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഫ്രീസറിൽ വെക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് സമയമില്ലാത്ത സമയത്ത് കുക്ക് ചെയ്യാനായിട്ട് കുറേ ടൈം ജീവിതം മൊത്തം അടുക്കളയിൽ നശിപ്പിക്കണ്ട. മാവ് ആട്ടി വെക്കുക. അപ്പൊ 2-3-4 ദിവസത്തിന് ആ മാവ് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ അപ്പൊ നിങ്ങൾക്ക് പിന്നെ പുട്ട് എളുപ്പമുള്ള നാഷ്ടകൾ നോക്കുക. പിന്നെ ലഞ്ചിനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനും അവിടെ ചേർത്തിട്ട് ഒരു കറി ഉണ്ടാക്കുക. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലേക്കും രാത്രിക്കും ആ ഒരു ഉപ്പേരി എടുത്ത് വെക്കുക. അങ്ങനെയുള്ള പരിപാടികളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ടൈം കിച്ചണിൽ തന്നെ ഇരിക്കേണ്ടി വരില്ല. ഒരു ദിവസം നിങ്ങൾ കുറച്ചധികം സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സമയം ലഭിക്കാൻ പറ്റും. ഇപ്പൊ ചിക്കനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് സൈഡിൽ അത് വെച്ചു കൊടുത്താൽ മതി. അതുപോലെ നിങ്ങൾ കടലയൊക്കെ പുഴുകി അതുപോലെ ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചു കൊടുത്താൽ മതി. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന സോയ ചങ്ക്സ് ഒക്കെ നിങ്ങൾ മസാല തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ കുട്ടികളുടെ ലഞ്ച് ബോക്സിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് ഒരുപാട് സമയം അവിടെ വെറി ചെയ്യേണ്ട ആവശ്യമില്ലാതെ വരും. അപ്പൊ ഇങ്ങനെയുള്ള എളുപ്പപ്പണികളും കൂടെ നിങ്ങൾ നോക്കുക. ഉള്ളി തൊഴിച്ച് ഫ്രീ ആവുന്ന സമയത്തൊക്കെ വീട്ടിലെല്ലാവരും പാടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സമയം TV കാണുമ്പോഴോ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൊണ്ടു വയ്ക്കുക. എല്ലാവരും പാടെ കൂടി ഒന്ന് വൃത്തിയാക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു ഹാർമണി, നിങ്ങൾ കഷ്ടപ്പാടും ഫാമിലി മെമ്പേഴ്സ് അറിയും. അതേപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയാ ഹാർമണി ഈസി ആയിരിക്കും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഒരു എളുപ്പം കിട്ടും. പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അടുത്തൊരു മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ കാള വലിക്കുന്ന പോലെ വലിക്കുന്ന സ്ത്രീകൾ പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ് എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യും. ഹസ്ബൻഡിനെ അടുപ്പിക്കില്ല, മക്കളെ അടുപ്പിക്കില്ല, അവരെല്ലാ ജോലിയും അവരൊറ്റയ്ക്ക് ചെയ്യും. ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ മാത്രമേ എന്റെ വീട് ഓക്കെ ആയിട്ട് ഇരിക്കുള്ളൂ എന്നുള്ളതാണ് ഇവരുടെ ധാരണ. എന്നാൽ ഇവർ ചെയ്തിട്ട് എന്തെങ്കിലും തീരോതൊട്ട് തീരൂല്ല എന്നുള്ളതാണ്. അതെന്താ വെച്ചാല് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 4-5 പ്ലേറ്റ് കഴുകാനുണ്ട്. കുഞ്ഞുങ്ങൾ കുറച്ച് വലുതായിട്ടുണ്ടെങ്കിൽ കുട്ടികളോട് പറയാ, ചെറിയ പ്രായം മുതൽക്ക് അവനവന്റെ പാത്രം അവനവനെയും കൊണ്ട് കഴുകിപ്പിക്കുക. അതേപോലെ ടോയ്ലറ്റ് കഴുകുക എന്നുള്ളത് എപ്പോഴും സ്ത്രീകൾ വിചാരിക്കുന്ന പണിയാണ്. ഇത് എന്റെ മാത്രം ജോലിയാണ്, ആ വീടുത്തെ സ്ത്രീക്ക് മാത്രം ഉള്ള ജോലിയാണ് ടോയ്ലറ്റ് കഴുകുക എന്നുള്ളതാണ് പല സ്ത്രീകളും വിചാരിക്കുന്നത്. ഞങ്ങളിവിടെ പച്ചയ്ക്ക് സംസാരിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും അത് പറയുന്നില്ല. ടോയ്ലറ്റ് ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ, അതിൽ ആരൊക്കെ പോയി ഇരിക്കുന്നുണ്ടോ, അവരുടെ എല്ലാവരുടെയും ഡ്യൂട്ടിയാണ് ആ ടോയ്ലറ്റ് ക്ലീൻ ആക്കുക എന്നുള്ളത്. അപ്പൊ ടോയ്ലറ്റ് മുഷി നടക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അവരത് ക്ലീൻ ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ആദ്യമൊക്കെ എനിക്കും ഈ പറയുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കും എന്റെ ഹസ്ബൻഡ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. കുലസ്ത്രീ ഞാൻ പറയും, നീ എന്തിനാ അത് ക്ലീൻ ചെയ്ത്, ഞാൻ ക്ലീൻ ചെയ്യും, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതേസമയം നമ്മൾ ഒരുപാട് ജോലി ചെയ്യുന്ന സമയത്ത് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പഠിച്ച ആളുകൾക്ക് അത് ക്ലീൻ ചെയ്യാനും പഠിച്ചിരിക്കണം. അപ്പൊ അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ ഒരാള് ഭക്ഷണം കഴിക്കുകയാണ്, വേസ്റ്റ് ഒക്കെ അവിടെ ഇട്ടിട്ട് മറ്റുള്ളവരൊക്കെ എഴുന്നേറ്റ് പോകും, ഒരാൾ തന്നെ ക്ലീൻ ചെയ്യണം. അങ്ങനെയല്ല, അവനവൻ വൃത്തികേടാക്കുന്ന ഭാഗം അവനവൻ വൃത്തിയാക്കാനായിട്ട് വീട്ടുകാരെ കൂടെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ നിങ്ങൾ ഒരു തവണ ക്ലീൻ ആക്കി ഇട്ടാൽ മതി, രണ്ടാമത്തെ പ്രാവശ്യം ആരാണോ അത് നശിപ്പിക്കാൻ അവർ പോയിട്ട് അത് ക്ലീൻ ചെയ്തോളും. അടുത്ത പോയിന്റ് ഇതാണ്, ദ മെയിൻ പോയിന്റ് ആയിട്ട് തന്നെ നിങ്ങൾ കാണണം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുന്തം കൊടച്ചക്രം ഒന്നും റിയൽ അല്ല. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ കാണുന്ന ഉത്തമയായ 3-4 മക്കളിനെ നോക്കുന്ന അല്ലെങ്കിൽ 5-6 മക്കളിനെ നോക്കുന്ന, വീട് നോക്കുന്ന, ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഇവരെല്ലാവർക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പോലെയുള്ള 24 മണിക്കൂർ തന്നെയാണ് കിട്ടുന്നത്. അവർക്ക് വേണ്ടുന്ന ഹെൽപ്പ്, എക്സ്റ്റേണൽ ഹെൽപ്പ് വേണമെങ്കിൽ അവരത് സീക്ക് ചെയ്യുന്നുണ്ടാവും. ആൻഡ് നിങ്ങൾ ഈ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് സിസ്റ്റം ബാക്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർക്ക് കഴിവുണ്ട്. അവരുടെ വീട്ടിൽ പാത്രം കഴുകുന്ന മെഷീൻ ഉണ്ടാവും, ഗ്യാസ് ഉണ്ടാവും, കുക്കർ ഉണ്ടാവും, മറ്റേ ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. അതുപോലെ തന്നെ കുറെ ഷെഫോ അല്ലെങ്കിൽ കുറച്ച് അഡീഷണൽ ആയിട്ട് വേറെ ഏതെങ്കിലും ജോലിക്കാരോ ഒക്കെ അവർക്ക് ഉണ്ടാവും. ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നുണ്ടാവുക. അവര് നിങ്ങളുടെ മുന്നിൽ ലിപ്സ്റ്റിക് ഇട്ട് കൺവെൻഷൻ ചെയ്ത് വെൽ പ്രസന്റഡ് ആയിട്ട് വന്നിട്ട് ഹാപ്പി ആയി കുക്ക് ചെയ്തിട്ട് കൊണ്ട് അവർ ചെയ്യുന്ന വീഡിയോസിന്റെ ഒക്കെ പുറകിൽ ഒരുപാട് ആളുകളുടെ സഹായം ഉണ്ടാവും, ഇൻവിസിബിൾ ആയിട്ടുള്ള സഹായം ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ ജഡ്ജ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പാർട്ട്ണറോട് പറയാ, സോഷ്യൽ മീഡിയ അല്ല റിയൽ ലൈഫ് എന്ന് പറയുന്നത്. റിയലിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ പറ്റുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ ഒരു സ്ട്രെസ് ഷോപ്പിംഗ് വീഡിയോ ചെയ്യാം. ആ സ്ട്രെസ് ഷോപ്പിംഗ് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഏറെക്കുറെ ഒരു ധാരണ ഉണ്ടാവും. എനിക്കൊരു 1000 രൂപയെങ്കിലും എന്റെ കയ്യിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ മറക്കാതെ കാണാം കേട്ടോ ഒരു വീഡിയോ. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോഷ്യൽ മീഡിയയും അതുപോലെ റിയൽ ലൈഫും തമ്മിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പോ സാധാരണക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാത്രങ്ങൾ കൈകൊണ്ട് കഴുകേണ്ടി വരും. അതുപോലെ വീട് ക്ലീൻ ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുള്ള 100-120 രൂപയുടെ തുടപ്പേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ട് ക്ലീൻ ചെയ്യുന്ന റോബോട്ടൊന്നും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവില്ല. അതേപോലെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ജോലി ചെയ്യേണ്ടി വരും. നിങ്ങളുടെ കുട്ടികളെ നോക്കേണ്ടി വരും. അതിന്റെ ഇടയിൽ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളൊരു വീഡിയോ ക്രിയേഷൻ ഒരു പാഷനായി കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ ഇടയിൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ സമയം പോകുന്നത്. അതൊരു കുറ്റമല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് യുവർ സെൽഫ് ഈസ് റിയലി ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഇത്രയും ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സമയമില്ലാത്തത്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഓരോ ദിവസവും നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. നിങ്ങൾ മീൽ പ്രെപ്പ് ചെയ്യാൻ തുടങ്ങിയ ശേഷം നിങ്ങളുടെ ലൈഫിൽ ഇത് ഇന്ന ചേഞ്ചസ് ഉണ്ടായി. നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ തുടങ്ങിയ ശേഷം നിങ്ങളുടെ ലൈഫിൽ ഇന്ന ചേഞ്ചസ് ഉണ്ടായി. അത് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് നോക്കുക. അടുത്ത കാര്യം നെഗറ്റിവിറ്റി ഒഴിവാക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഹസ്ബൻഡാണ് നിങ്ങൾക്ക് ഈ നെഗറ്റിവിറ്റി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്വീകരിക്കാതിരിക്കുക. പുള്ളി വന്നിട്ട് പറയണ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിനക്ക് ജോലിയാണല്ലോ, നീ എന്നിട്ട് എന്തോ ഒന്നും ചെയ്യാത്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളോട് പറയാം ഇവിടെ നിൽക്കാന്, നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യാൻ പറയാം. അതായത് നിങ്ങൾ ആരാണോ കുറ്റപ്പെടുത്തുന്നത് അവരുടെ നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യാൻ പറയാം. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ റിയലൈസ് ചെയ്യാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമില്ലാത്ത ഒരു നാത്തുവിനോ മുത്തശ്ശിയോ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട് വിചാരിച്ചോ. ഇവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കരുതിക്കോ. അപ്പൊ നിങ്ങൾ തിരിച്ചു നോക്കില്ല, ഇവര് ഇന്നിങ്ങനെ കുറ്റം പറയുന്നുണ്ടല്ലോ, ഇവരെന്തൊക്കെ ജോലിയാണ് ഒരു ദിവസം ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ അവരുടെ സമയം നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അവർ ചെയ്യുന്ന ജോലികൾ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. ഇതേപോലെ നിങ്ങളുടെ നെഗറ്റീവ് പറയുന്ന ഒരാൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ പുള്ളിയുടെ അല്ലെങ്കിൽ അമ്മയമ്മയാണെങ്കിൽ അവരെ കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളുടെ സമയം എങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് എവിടെയൊക്കെ ഇമ്പ്രൂവ് ആവണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ വലിയൊരു കാര്യം നിങ്ങൾ ഇത്രയും നേരം ചെയ്ത ജോലിയെ കുറിച്ച് അത് എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിലാവുന്ന ആളുകളുടെ അടുത്തായിരിക്കാം. ഇപ്പൊ നിങ്ങൾ പറയാണ്, നിങ്ങൾ പോയിട്ട് ഇപ്പോൾ ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യാണ്, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ എഫേർട്ട് എടുക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളെ പോലെ ആവണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ഇത്രയും ചെയ്തിട്ടും എനിക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തിരിച്ച് അയാൾ പറയാണ് നിനക്ക് 2-3 കുട്ടികളെ ഉള്ളൂ, ഈ 2-3 കുട്ടികളെ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജോലികളൊന്നും ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നീ എന്നെ കണ്ടുപിടിക്കുക, എനിക്ക് 5-6 മക്കളുണ്ട്, എന്നിട്ടാണ് ഞാനൊരു മലയെടുത്ത് അപ്പുറത്തേക്ക് മറിച്ച് വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് ഗിൽറ്റ് ഉണ്ടാക്കി തരുന്ന എല്ലാ ആളുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരടുത്ത് കൂട്ടി വക കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഇതുപോലെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞ കാര്യമാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഇപ്പോഴും ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ഇത് OCD കാരണം കൊണ്ടാണ് വീട്ടിലത്തെ ജോലി തീരാത്തതെന്നുള്ളത്. അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാണ് മിനിമലിസം ശീലാക്കുക എന്നുള്ളത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആലോചിക്കുക, ഞാൻ എത്ര പാത്രങ്ങൾ മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ എത്ര പാത്രങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും കുക്ക് ചെയ്യാനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ എത്ര ഡ്രസ്സ് ഞാൻ ഒരു 1 വീക്കിലോട്ടുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഈ ഒരാഴ്ച ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സുകൾ ഇതാണെങ്കിൽ ഇത് മാത്രം ഞാനൊന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് ഇട്ടാൽ മതി. ബാക്കിയുള്ള അലമാരയിലുള്ള മുഴുവൻ ഡ്രസ്സും പിടിച്ച് വലിച്ചിടേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ ഓരോ ദിവസവും അലമാര മൊത്തത്തിൽ വലിച്ചിടും, വീണ്ടും മടക്കി വെക്കും, വീണ്ടും വലിച്ചിടും, വീണ്ടും മടക്കി വെക്കും. ഇങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ എപ്പോഴും മെസ്സപ്പ് ആയി പോകുന്നത്. അപ്പൊ അതിന് പകരം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താ വെച്ചാൽ 1 വീക്കിലോട്ടുള്ളത് എടുത്ത് വെക്കുക. 1 വീക്കിലോട്ട് കുക്ക് ചെയ്യാനുള്ള ഒരു മീൽ പ്ലാൻ ഉണ്ടാക്കി വെക്കുക. അതിന് വേണ്ടുന്ന പാത്രങ്ങൾ, അതിന് വേണ്ടുന്ന പച്ചക്കറികൾ, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം സെറ്റാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ കുറച്ച് പാത്രം ഉപയോഗിച്ചാൽ മതി, കുറച്ച് പാത്രം കഴുകിയാൽ മതി. കുറച്ച് പച്ചക്കറികളൊക്കെ നമ്മൾ മിക്കവാറും നേരത്തെ കാലത്ത് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ പച്ചക്കറി അരിയേണ്ട കാര്യമില്ല, ഉള്ളി തൊലിക്കേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ 1 ദിവസം 2 ദിവസം നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി പറയുന്ന 4-5 ദിവസം നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടൈം കിട്ടും. മിനിമം ആയിട്ട് ഞാൻ എങ്ങനെയാണ് സാധനങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുമെന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഓരോ പ്രാവശ്യവും നിങ്ങൾ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് മോണിറ്റർ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാണ് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങൾ ഒരാഴ്ചത്തേക്കുള്ളത് ആദ്യം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. പിന്നെ എന്ത് ചെയ്യുക വെച്ചാൽ എല്ലാ ദിവസവും ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ അവസാനിപ്പിക്കണം, അത് നിങ്ങളൊന്ന് എഴുതി വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ജോലിയും അതുപോലെ ഇത്തരത്തിലുള്ള സ്ട്രെസ്സൊക്കെ കൊണ്ടു നടക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിരിക്കും. അപ്പൊ കുറെ കാര്യങ്ങൾ മറന്നു പോകും. ഇപ്പൊ വെച്ച കത്തി കുറച്ചേരം കഴിഞ്ഞാൽ കിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പൊ എടുത്ത സ്പൂണ് കിട്ടില്ല, അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ തന്നെ ഒന്ന് റീഫ്രെയിം ചെയ്യുക. ഇന്ന കാര്യങ്ങൾ എനിക്ക് ആദ്യം ചെയ്യണം,
ഇന്ന കാര്യങ്ങൾ പിന്നീട് ചെയ്യണം എന്നുള്ള കാര്യം ഒന്ന് റീഫ്രെയിം ചെയ്യുക. ആൻഡ് ഇത്ര സമയത്തിനുള്ളിൽ ഇപ്പൊ കുട്ടികൾ 10 മണിക്ക് പോകുന്നുണ്ടെങ്കിൽ 10 മണിക്കുള്ളിൽ എന്റെ കിച്ചന്റെ മുഴുവൻ പണികളും തീർക്കണം. 12 മണിയാകുമ്പോഴേക്കും എന്റെ ക്ലീനിങ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തീർക്കണം. അതേപോലെ എന്റെ വാഷിങ്ങിന് വേണ്ടി ഞാൻ 1 മണിക്കൂർ മാത്രമേ ചെയ്യുള്ളൂ. ടൈം ബ്ലോക്കിംഗ് എന്ന് പറയും. 1 മണിക്കൂർ മാത്രമേ എടുക്കുള്ളൂ. ഈ 1 മണിക്കൂറിന്റെ പുറത്ത് വാഷിംഗ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം ചെയ്യണ്ട. പിറ്റത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, 1 മണിക്കൂർ കൊണ്ട് തീർക്കാൻ ശ്രമിക്കുക. അതേപോലെ 1 മണിക്കൂറിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയത് അത്ര ക്ലീൻ ചെയ്താൽ മതി. നിങ്ങൾ അരികും പൊടിയും മുക്കും മൂളിയും ഒക്കെ തുടച്ച് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മളൊന്ന് ടൈം ഒന്ന് ബ്ലോക്ക് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു 1-2 മണിക്കൂർ കിട്ടും. നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് രാത്രി നിങ്ങളുടെ കിച്ചണും അതുപോലെ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ച് കിടക്കുക എന്നുള്ളത്. അടുപ്പിന്റെ കരി പിടിച്ചതൊക്കെ ഒന്ന് നിങ്ങൾ ഉറക്കി വെച്ച് ഒന്ന് ക്ലീൻ ആക്കി വെച്ച് കടന്നു കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ സിങ്കിലുള്ള പാത്രങ്ങളൊക്കെ രാത്രി പറ്റുന്നുണ്ടെങ്കിൽ അവനവൻ കഴിക്കുന്ന പ്ലേറ്റൊക്കെ അവനവരത് കഴുകി വെക്കാൻ പറയാം. പിന്നെ നിങ്ങൾ ഫ്രിഡ്ജിലോട്ട് വെച്ച പാത്രങ്ങളുടെ ബാക്കി ഉണ്ടാവില്ല, ഒഴിച്ചു വെച്ച പാത്രങ്ങളൊക്കെ രാത്രി തന്നെ നിങ്ങൾ കഴുകി വെക്കുക. അപ്പൊ സിങ്കും അടുക്കളയും വൃത്തിക്ക് കിടക്കുന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾക്കൊരു ക്ലീൻ എനർജി കിട്ടും. അത് തന്നെ നിങ്ങളുടെ കുറെ കാര്യങ്ങൾ ഹെൽപ്പ് ആക്കും കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും തിരുമ്പ, എല്ലാ ദിവസവും തുണി മടക്കി വയ്ക്കുക. അയ്യോ കാറ്റത്ത് എന്റെ ഫോണാണ്, എല്ലാ ദിവസവും തുണി മടക്കി വയ്ക്കുക. അങ്ങനത്തെ ശീലമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട. നിങ്ങൾ ഒന്നരാടം ഇപ്പൊ ഒരു ദിവസം തിരുമ്പ പിറ്റേ ദിവസം തുണി മടക്കി വയ്ക്കുക. അങ്ങനത്തെ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ ഒരുപാട് തുണികൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നടക്കും. പക്ഷെ കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈസി ആയിരിക്കട്ടെ. നിങ്ങളുടെ ലൈഫ് ഒന്നും കൂടെ ഈസി ആക്കും. പിന്നെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുന്ന 2 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെലവഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഫി ഉണ്ടാക്കി കുടിക്കാനായിട്ടായിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനകൾ ചെല്ലാനായിക്കോട്ടെ, നിങ്ങളുടേതായിട്ടുള്ള വർക്ക്ഔട്ട് ചെയ്യാനായിക്കോട്ടെ. വർക്ക്ഔട്ട് ഒക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് സ്റ്റാർട്ട് ചെയ്യാട്ടോ. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹെൽത്തി ഫുഡ് ട്രൈ ചെയ്യാനായിക്കോട്ടെ. ഇങ്ങനെ എന്താണെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിക്കുക. അതുപോലെ നിങ്ങൾ നിങ്ങളോട് തന്നെ കരുണ കാണിക്കാട്ടോ. കാരണം എന്താ വെച്ചാല് പല ആളുകളും വീട്ടുകാരുടെയും കുട്ടികളുടെയും കെട്ടുവിന്റെയും ഒക്കെ എല്ലാ കാര്യവും 4 അറ്റും കൂട്ടിമുട്ടിക്കാൻ ഓടും. അവനവനൊന്ന് സമയത്ത് ഫുഡ് പോലും കഴിക്കൂല. അങ്ങനെ ചെയ്യാതിരിക്കാം. സമയത്ത് ഫുഡ് കഴിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, നിങ്ങളുടെ ഹെൽത്ത് ഒന്ന് കെയർ ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്ന സമയത്തിൽ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടും. നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങളുടെ മൈൻഡ് ഒരു അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു റഷ് നിങ്ങൾക്ക് കിട്ടും, ആ ഒരു ഡോപ്പമിൻ റഷ് കിട്ടും. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും നെക്സ്റ്റ് ഡേ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊന്നും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതൊരു കണ്ടീഷനാണ്. ഈ ഒരു കണ്ടീഷനിൽ ഞങ്ങൾക്ക് പല കാരണങ്ങളുണ്ട്. നിങ്ങളുടെ ഹോർമോണിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടായിരിക്കാം, ശാരീരികമായിട്ട് ഇപ്പൊ PCOS പോലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക. ഇതെല്ലാം ഒന്ന് ട്രാക്ക് ഡൗൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് അധികം സമയം വേണം. കുറെ ആളുകളുടെ സപ്പോർട്ട് വേണം. തൊട്ടപ്പുറത്തുള്ള ആള് ഒറ്റ കൈകൊണ്ട് മല പൊക്കി അപ്പുറത്തെ വീട്ടിൽ കൊണ്ടു നിർന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമല്ല. നിങ്ങൾക്ക് മല പതിയെ നീക്കി കൊണ്ടുപോകാനേ പറ്റുള്ളൂ. നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണ്. സോ യു ആർ ട്രൈങ്. ആ ഒരു കാര്യം നിങ്ങളുടെ ചുറ്റൂടുള്ള ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് മനസ്സിലാവാത്ത വല്ല മന്ദബുദ്ധികളും നിങ്ങളുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ് ഗൈസ്. ഒന്നാ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.